ഇപ്പോൾ പറയാൻ വന്നത് ജാസി ആഷി ഇവരുടെ കാര്യം പറയാനാണ് വന്നത്. ഇവരുടെ കഥകളൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് വിടാറുണ്ട്. അത് ജാസി എന്നല്ല ആസി എന്നല്ല ആരായാലും നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ പ്രതികരിക്കും അല്ലേ. അവിടെ ന്യായമുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കും. അപ്പോൾ ഞാൻ അതിൽ കമൻറ്റുകൾ ഇടാറുണ്ട്, ഇടയ്ക്കൊക്കെ കാണാറുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് വിഷയമുള്ള കേസല്ല. എന്നാൽ ഈ ജാസി പറയുന്ന ഒരു വീഡിയോസ് ഞാനിന്ന് കേട്ടായിരുന്നു. അതായത് ബസ്സിൽ ലേഡീസിന് ഫ്രീ ആണ്, ടിക്കറ്റ് എടുക്കണ്ട, പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പോകാമെന്നുള്ള ഒരു നിയമം അല്ലേ, ഒരു നിയമലംഘനം അല്ല, നിയമം വന്നു. നിയമലംഘനം വേറെയാണ്, നിയമം വന്നു. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ജാസി പറയുകയാണ് ഇനി ജാസിക്കും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാമെന്ന്. അതെങ്ങനെ ജാസി യാത്ര ചെയ്യാൻ പറ്റും? താങ്കളൊരാണല്ലേ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. എന്നാൽ നമ്മൾ പറയാതിരിക്കാനും പറ്റുന്നില്ല. ചില അറിവില്ലായ്മ ചിലർ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ജാസി ഒരാണല്ലേ, ആഷിയും ഒരാണാണ്. നിങ്ങൾ രണ്ടുപേരും ആൺകുട്ടികളാണ്. ആൺകുട്ടികളായിരുന്നു കൊണ്ട് എങ്ങനെ പെൺകുട്ടികൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റും? ഈ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമല്ലേ. ജാസി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ജാസി ചെയ്യുന്ന തെറ്റല്ലേ? ചൂണ്ടയിൽ ചായവും ഇട്ട് എല്ലാവരും ചായയും ഇടും, പെൺകുട്ടികളിടും. പിന്നെ ആൺകുട്ടികൾ ഇപ്പോൾ പ്രോഗ്രാമിനും ആർട്ടിസ്റ്റുകളൊക്കെ ഇടുന്നുണ്ടില്ല എന്നല്ല, തെറ്റല്ല. ചായവും ഇട്ട് മേക്കപ്പും ഇട്ട് കണ്ണിലും മറ്റേ കൺവീലിയും വെച്ച് ഇവിടെ 2 സിൽക്കോണും വെച്ച് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ടാൽ ഉടനെ പെണ്ണാകുമോ? അതെങ്ങനെ പെണ്ണാകും ജാസി? അതൊരിക്കലും ആകത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളൊരു പെണ്ണാണ് എന്ന് ഈ സമൂഹത്തിൽ നിങ്ങളത് സ്ഥാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യനിഷ്ഠയായി ചെയ്യുക തന്നെ വേണം. അതെത്ര റിസ്ക് എടുത്തും നിങ്ങളത് ചെയ്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് പറയും ഞാനൊരു പെണ്ണാണെന്ന് ഉറക്ക വിളിച്ച് പറയും. ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടാണ്. അല്ലാതെ ആണുമല്ല പെണ്ണും അല്ലാത്ത രീതിയിൽ സാധനങ്ങളും വെച്ചും കൊണ്ട് വസ്ത്രവും ധരിച്ചുകൊണ്ട് പെണ്ണുങ്ങളുടെ വസ്ത്രവും ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ നടന്നിട്ട് എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എനിക്ക് ആ അധികാരം വേണം, ഈ അധികാരം വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കിട്ടും? നിങ്ങളൊരാണാണ്, നിങ്ങൾ പെണ്ണിൻ്റെ വസ്ത്രമാണ് ധരിച്ചിരിക്കണം. സിൽക്കോൺ മാത്രമാണ് ബ്രസ്റ്റിൽ വെച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പബ്ലിക്കിലൊരു യാത്ര പോകുമ്പോൾ പബ്ലിക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ലേഡീസിൻ്റെ ടോയ്ലറ്റിൽ നിങ്ങൾ എങ്ങനെ കയറ്റാൻ പറ്റും? ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങളിത് കേട്ടിട്ട് പറയുന്നു. പബ്ലിക് ടോയ്ലറ്റിൽ നിങ്ങളെ എങ്ങനെ വിടാൻ പറ്റും? ഇവിടെ പെൺകുട്ടികൾ പോകുന്നിടത്ത് നിങ്ങളൊരു പെണ്ണല്ല. 2 മാറിടം വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പെണ്ണാകത്തില്ല, ഒരിക്കലും പെണ്ണാകത്തില്ല. ആൺകുട്ടികൾക്കും ബ്രസ്റ്റ് ഉണ്ട്, ബ്രസ്റ്റുള്ള ആൺകുട്ടികളുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല ശരീരമൊക്കെ ഉള്ളവർക്ക് ബ്രസ്റ്റുള്ള ആൺകുട്ടികളുണ്ട്. തെറ്റല്ല. ബ്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ പെണ്ണാകണമെന്നില്ല. പെണ്ണാകണമെന്നുണ്ടെങ്കിൽ അതിനതിൻ്റേതായ കുറച്ച് പരിമിതികളും കുറച്ച് കാര്യങ്ങളും കുറച്ച് രീതികളും ഒക്കെ തന്നെയുണ്ട്. ആ രീതികളിലൊക്കെ നിങ്ങൾ കടന്നുപോയി സർജറികളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ സമൂഹത്തിലൊന്ന് കാണിക്കൂ. നിങ്ങൾ ചെയ്ത ഓരോ സർജറിയുടെയും സർട്ടിഫിക്കറ്റ് നിങ്ങൾ സമൂഹത്തിൽ അല്ലെ അധികാരികളെ കാണിക്കും. അധികാരികളെ കാണിച്ച് അതിൻ്റെ ഒരു പേപ്പർ ഉണ്ടാക്കും നിങ്ങൾ, ഒറിജിനൽ പെണ്ണാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് പറയൂ ഞാനും ഒരു പെണ്ണാണ്, എനിക്കും വേണം പെണ്ണുങ്ങളുടെ നിയമങ്ങളെല്ലാം എന്ന് പറയും. അല്ലാതെ ശുദ്ധ മണ്ടത്തരം വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയല്ലേ. ഇത് വളരെ തെറ്റാണ്. ആഷി നിങ്ങളെ ഒരാണായിരുന്നിട്ടും നിങ്ങളെ സ്വീകരിച്ചത് അത് ആഷിയുടെ മനസ്സിൻ്റെ ഒരു വലിപ്പം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു അതെന്തോ എനിക്കറിയില്ല, അത് അവനെ അറിയുള്ളൂ. ചിലവർക്ക് ആണല്ലോ ഇഷ്ടം, ചിലവർക്ക് പെണ്ണും, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ഈ ആഷി അല്ലെങ്കിൽ ജാസി ഇവർ രണ്ടുപേരും കൂടെ ഒരുപാട് പ്രോഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. ഇതിനിടയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഇവർക്കിതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. ഒരു കുക്കുംബർ എടുത്ത് വെച്ചിട്ട് ഈ ജാസിയാണോ ആഷിയാണോ ജാസി പറയുകയാണ്, ആണ് അവൻ പറയുകയാണ് കുക്കുംബർ കഴിക്കാൻ കൊള്ളാം, സലാഡിന് കൊള്ളാം, മുഖത്ത് തേക്കാൻ കൊള്ളാം, കണ്ണിൽ വെക്കാൻ കൊള്ളാം, വേറൊന്നും ഉപയോഗിക്കരുത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ചിലപ്പോൾ അത് ആവശ്യം വന്നേക്കും. അതേസമയത്ത് പൊട്ടന്മാരാണോ ഈ വീഡിയോ കേൾക്കുന്നവർ കാണുന്നവർ? എൻ്റെ ജാസി ഇങ്ങനെ മണ്ടത്തരമൊന്നും വിളിച്ച് പറയരുത്. നിങ്ങളൊരു സർജറി കഴിഞ്ഞിട്ടില്ല, നിങ്ങളൊരു സർജറി കഴിഞ്ഞ് പൂർണ്ണമായൊരു പെണ്ണല്ല. ഒരുപാട് ട്രാൻസ്ജെൻഡറുകളുണ്ട് സർജറി കഴിഞ്ഞ് ഇന്നും മാന്യമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്.
അവരെയൊക്കെ ഞാൻ സല്യൂട്ട് അടിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി മാന്യമായി ജീവിക്കുന്നു. അവർ പെണ്ണാണെന്ന് മുദ്രകുത്തി ഒരു പെണ്ണിൻ്റെ രീതിയിൽ തന്നെ അവർ ജീവിക്കുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരവരുടെ കാര്യം നോക്കി അവർ ജീവിക്കുന്നുണ്ട്. എത്രയോ സമൂഹത്തിൽ നല്ല ട്രാൻസ്ജെൻഡർമാരുണ്ടെന്ന് അറിയാം. നീയൊക്കെ അവരുടെ പോലും വില കളയാനായിട്ട് അവർ പോലും നിന്നെ അംഗീകരിച്ചിട്ടില്ല ഈ സമൂഹത്തിൽ. പിന്നെ നീ എന്തർത്ഥത്തിലാണ് പെണ്ണ് പെണ്ണ് എന്ന് പറയുന്നത്? കുറേ കോസ്റ്റ്യൂം ഇട്ട്, കുറേ വസ്ത്രങ്ങളിട്ട്, കുറേ അടിപൊളി സെറ്റപ്പിലുള്ള ഗൗണും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നീ പെണ്ണാകുന്നു. അതെങ്ങനെയാണ് പെണ്ണാകുന്നത്? ആണെപ്പോഴും ആണ് തന്നെയാണ്. നമ്മളൊരു സർജറി നടത്തി നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും അങ്ങനെയാണെങ്കിൽ, ഒരു പെണ്ണിൻ്റെ രീതിയാണെങ്കിൽ നമ്മളൊരു സർജറി നടത്തി പൂർണ്ണമായി പെണ്ണിൻ്റെ രൂപത്തിലെത്തണം. അതിനൊരുപാട് കാര്യങ്ങൾ കടക്കണം. കടമ്പകൾ കടന്നാൽ മാത്രമേ പെണ്ണിൻ്റെ ഓടിച്ചെന്ന് ആശുപത്രി കിടന്ന ഉടനെ ഒരു ഇഞ്ചക്ഷൻ വെച്ച ഉടനെ നീ പെണ്ണാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രയും റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് സർജറി കഴിഞ്ഞ് മരണം മുമ്പിൽ കണ്ടുകൊണ്ട് തിരിച്ചു വന്ന ട്രാൻസ്ജെൻഡർമാർ ഒരുപാട് വ്യക്തികളുണ്ട്. എന്നാൽ മരണപ്പെട്ടു പോയവരുമുണ്ട്. എങ്കിലും അവരുടെ മനസ്സിൻ്റെ ആ ഒരു വലിപ്പം, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് കഷ്ടപ്പാട് കൊണ്ടാണ് അവർ അത്രയും റിസ്ക് എടുത്ത് അവർ ആ സർജറി കഴിഞ്ഞ് അത്രയും വേദന സഹിച്ച് അവർ ഒരു പെണ്ണായി വരുന്നത്. അവർ പോലും പറയുന്നുണ്ട്, ഇന്നെനിക്ക് അഭിമാനമാണ് കാരണം ഞാൻ പെണ്ണായത്. കാരണം അത്രയും നല്ല രീതിയിൽ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പെണ്ണിൻ്റെ വസ്ത്രം ധരിച്ചവർ നടക്കുന്നത്. നീ ഇങ്ങനെയാണോ നടക്കുന്നത്? നിന്നെ എങ്ങനെ പെണ്ണെന്ന് വിളിക്കാൻ പറ്റും? കുറേ എവിടെ കിടക്കുന്ന കുറേ വാലിത്തൂങ്ങികളെന്ന് പറഞ്ഞാൽ മതി നിന്നെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. കാരണം അവർ നിന്നെ പെണ്ണെന്നുള്ള രീതിയിലല്ല വിളിക്കുന്നത്. കാരണം നീ വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിന്നെ എല്ലാവരും ട്രോളി നീ വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ വിളിച്ചൊരു കട ഉദ്ഘാടനം ചെയ്താൽ 10 പേര് കാണും ആ വീഡിയോ, 10 പേര് അറിയും. അപ്പോൾ അവിടെ ജനങ്ങൾ കൂടും, അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാകും, അവരെ അക്കൗണ്ടിൽ റീച്ച് കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് നിന്നെ വിളിക്കുന്നത്. അല്ല നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ, നീ പെണ്ണാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടോ അല്ല നിന്നെ വിളിക്കുന്നത്. നീ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ശരിക്കും നിൻ്റെ നടത്ത കണ്ടാലറിയാം ആണിൻ്റെ അതേ രൂപമാണ്. നീ നടക്കുമ്പോൾ എനിക്ക് ചിരിയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഒരുപാട് ടെൻഷനുള്ള ഒരാളാണ് ഞാൻ. നിൻ്റെ വീഡിയോ കാണുമ്പോൾ സത്യം ചിരിക്കാറുണ്ട്. ഒത്തിരി പേര് എൻ്റെ ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സൊക്കെ, എന്തിനാ ഈ കുണ്ടൻ്റെ വീഡിയോ എങ്ങനെയാണ് പറയുന്നത്, കുണ്ടൻ്റെ വീഡിയോ എന്തിനാണ് കാണുന്നതെന്ന്. ആണുമല്ല പെണ്ണുമല്ല ഇവൻ്റെ വീഡിയോ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, മനസ്സുകൊണ്ട് ചിരിക്കാൻ, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ ഒരു ദിവസം നീ എല്ലാം കാണിച്ചിട്ട് അവസാനം നീ നടന്നു പോകുന്നൊരു പോക്കുണ്ട് കേട്ടോ ജാസി, പറയാതിരിക്കാൻ വയ്യ. എനിക്കത് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. കുറച്ച് നേരം ഞാനൊന്ന് ചിരിക്കും എല്ലാം മറന്നു. പക്ഷെ അതിന് കാര്യമില്ലല്ലോ, നമ്മൾ ഒരുപാട് പേര് ചിരിപ്പിച്ചിട്ട് കാര്യമില്ല. നീയാവണം മാത്രം. നിനക്ക് സമൂഹത്തിലൊരു നിലയും വിലയും വേണം. ഈ കാണുന്ന റീച്ചൊക്കെ ഉടനെ മാറാം, എപ്പോൾ വേണമെങ്കിലും മാറാം. ഇൻസ്റ്റഗ്രാമിൽ പോയാലോ, യൂട്യൂബ് പോയാലോ, ഈ പറഞ്ഞ ഫേസ്ബുക്ക് പോയാലോ നമ്മുടെ ഈ റീച്ചൊക്കെ അങ്ങ് മാറും. പിന്നെ നമ്മൾ പഴയ മനുഷ്യരായിട്ട് ജീവിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ സമൂഹത്തിൽ നമ്മൾ നല്ല രീതിയിൽ നടക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പോയില്ലേ, നിൻ്റെ വില പോയി കിടക്കണം. നിന്നെ ആൾക്കാർ ട്രോളി നാറ്റിച്ച് നിൻ്റെ വില പോയി കിടക്കണം. നിൻ്റെ നടത്തം, നിൻ്റെ രൂപഭാവം, നിൻ്റെ സംസാരം, ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിൻ്റെ കൈകൾ കണ്ടാലേ അറിയാം പുരുഷൻ്റെ രൂപഭാവങ്ങളാണ് അതിൽ. പിന്നെ എങ്ങനെയാണ് ജാസി നീ ഒരു പെണ്ണാണെന്ന് പറയുന്നത്? പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളെല്ലാം നിനക്ക് വേണമെന്ന് എങ്ങനെ നിനക്ക് പറയാം? നീ മേടിച്ചെടുക്കുമെന്ന് എങ്ങനെ മേടിച്ചെടുക്കും? എന്നാൽ നീ മേടിച്ചെടുക്കും. എങ്ങനെ നീ മേടിച്ചെടുക്കും? അവിടെ ചെല്ലുമ്പോൾ അവർ രേഖകൾ ചോദിക്കും. അപ്പം നീ എന്ത് ചെയ്യും? അതിനു വേണ്ടി നീ എന്താണ് ചെയ്യും? പറയും. ഇവിടെ ട്രാൻസ്ജെൻഡറായി അത്രയും റിസ്ക് എടുത്ത് സർജറി കഴിഞ്ഞിട്ട് നടക്കുന്ന വ്യക്തികളെ പോലും കാലങ്ങളിൽ, പഴയ കാലങ്ങളിൽ അവർക്ക് ടോർച്ചറിങ് ആയിരുന്നു. അവർക്കൊരു യാത്ര പോകാൻ പറ്റത്തില്ല, ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ അവരുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. ആൾക്കാരവർ ടോർച്ചർ ചെയ്യുന്നതും വസ്ത്രം പൊക്കി നോക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട്. മനസ്സിലാവുന്നുണ്ടോ? കാലഘട്ടം അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി. കാരണം ട്രാൻസ്ജെൻഡറായി ജീവിക്കുന്ന വളരെ നല്ല വ്യക്തികളുണ്ട്. അവരെയൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിനിടയിൽ നീ ഒരുത്തൻ, അവരുടെ വില പോലും കളയാനായിട്ട് നീ ഒരുത്തൻ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ജാസിയോ ആരെ വേണമെങ്കിലും വെച്ചോ, ആഷിയെ കൊണ്ട് നടന്നോ ജാസി, എന്തോ നിങ്ങളുടെ തമ്മിൽ പേര് ആ കൺഫ്യൂഷനാകുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനാകും. നീ അവനെയും കൊണ്ട് നടന്നു, ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ നീ പെണ്ണാവ്. ആ ഉമ്മയുടെ, ആ വാപ്പയുടെ, അല്ലെ ആ വീട്ടുകാരുടെ ശാപം നിന്നെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. നീ എത്ര കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, എത്ര ഉദ്ഘാടനത്തിന് പോയെന്ന് പറഞ്ഞാലും അവരുടെ കണ്ണുനീര് നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും.
ഒരു മകൻ ജനിക്കുമ്പോൾ പല പ്രതീക്ഷകളാണ് ഒരമ്മയ്ക്ക്. ആ പ്രതീക്ഷകൾ നിറവേറാൻ നിനക്ക് കഴിയില്ല. പോട്ടെ, നീ ഒരു പെണ്ണായിരുന്നെങ്കിലും അവർ പിന്നെയും നിന്നെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. നീ പെണ്ണുമല്ല ആണും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ നടന്നാൽ ആരാണ് നിന്നെ അംഗീകരിക്കുന്നത്? സമൂഹത്ത് ആരും അംഗീകരിക്കില്ല. ഈ ചിരിക്കുന്നവരാരും നിന്നോട് സ്നേഹമുണ്ടായിട്ട് ചിരിക്കുന്നതെന്ന് കരുതരുത്. നിന്നെ കാണുമ്പോൾ ഒരു സെൽഫി എടുക്കുന്നതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ ഫേമസ് ആയിരിക്കുന്ന ഒരാളിനെ സെൽഫി എടുത്തു, അവർക്കൊരതൊരു വെയിറ്റാണ്, അതിന് വേണ്ടിയാണ്. അല്ലാതെ നീ കരുതുന്നത് പോലെ അയ്യോ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ഓടിപ്പോയി ആരെങ്കിലും നിന്നെ പെങ്ങളെന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. എടാ ജാസി എന്നല്ലേ വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? നീ ഒരു ആണായത് കൊണ്ടാണ്. ഇനിയെങ്കിലും പെണ്ണാവാൻ ശ്രമിക്കുക. സർജറി പേടിയാണ്, അത് പേടിയാണ്, ഇത് പേടിയാണെന്ന് പറഞ്ഞൊരു വ്യക്തി എന്തിന് പെണ്ണാവാൻ ശ്രമിച്ചു? സിൽക്കോൺ എന്തിനു വെച്ചു? അതുവരെ ചിരട്ടയും വെച്ചുകൊണ്ടല്ലേ നടന്നത്. ആ ചിരട്ട വെച്ചാൽ പോരായിരുന്നു. അതിനിടയിൽ സിൽക്കോൺ എന്തിനു വെച്ചു? സിൽക്കോൺ വയ്ക്കാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തി താഴെ ഉള്ളതും കൂടെ മുറിച്ചു മാറ്റാഞ്ഞത് എന്തേ? കാശില്ലാത്തത് കൊണ്ടാണ്. കോടികളുണ്ടല്ലോ. എൻ്റെ ജാസി, പെണ്ണുങ്ങളുടെ കൂടെ വില കളയാനായിട്ട് നീ ഇങ്ങനെ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ഓരോ കാര്യത്തിലും വന്ന് എന്ന് നീ അഭിപ്രായം പറയുന്നുണ്ട്. അതിനുള്ള യോഗ്യത പോലും നിനക്കില്ല. കാരണം നീ ഒരു പെണ്ണല്ല. പെണ്ണുങ്ങളുടെ കാര്യങ്ങളിൽ നീ അഭിപ്രായം പറയാൻ നീ ഒരു പെണ്ണേ അല്ല. നിന്നൊരു പബ്ലിക്കിൽ ടോയ്ലറ്റിൽ വിടാൻ പറ്റത്തില്ല. ആണും പെണ്ണും പോകുന്ന ടോയ്ലറ്റിൽ നീ ആണുങ്ങളുടെ ടോയ്ലറ്റിൽ തന്നെ പോകണം. പെണ്ണുങ്ങളുടെ ഡ്രസ്സിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ ഡ്രസ്സിട്ടുണ്ട് നീ ആണുങ്ങളുടെ ടോയ്ലറ്റിൽ പോയി ആണുങ്ങൾ നിന്നെ അവിടെ കയറ്റും? ഒരിക്കലും കയറ്റില്ല. നിനക്ക് സമൂഹത്തിറങ്ങി ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല. നിനക്ക് നിൻ്റെ വീട്ടിൽ വന്നാലേ ടോയ്ലറ്റിൽ പോകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക്കിൽ പോകുമ്പോൾ നിനക്ക് പോകാൻ കഴിയില്ല. പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിൽ നിന്നെ എന്ത് വിശ്വസിച്ച് കയറ്റും? നീ പെണ്ണുങ്ങളുടെ വസ്ത്രം ഇട്ടുകൊണ്ട് പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിൽ പോവുകയാണ്. പക്ഷെ നീ ഒരാണാണ്. ഇവിടെ എല്ലാം ആ കുഴപ്പത്തിലാണ്. ഇതെല്ലാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ട്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമൂഹം എങ്ങനെയാണ്? എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് ഞാൻ ഒരു ട്രാൻസ്ജെൻഡറിനെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തികളുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാനൊക്കെ പക്വത എത്തി വളർന്ന് വലുതായി നമ്മൾ ഡൽഹിയിലും ബോംബെയിലും അങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്കാണ് ഈ ട്രെയിനിനകത്ത് കുറേ ആ ട്രെയിനിനകത്തുള്ളത് വളരെ വൾഗറായിട്ടുള്ള കേസ് കെട്ടുകളാണ്. എനിക്ക് അംഗീകരിക്കാനേ പറ്റില്ല. ശരി, നിനക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, നീ ഫിഷൊക്കെയാണെന്ന് ഓക്കെ, നീ പൈസ ചോദിച്ചു കൊടുത്തില്ല, പോകണം അല്ലേ? നമ്മളൊരു വ്യക്തിയോട് ഭിക്ഷ യാചിക്കുകയാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അവർ തരുള്ളൂ. തന്നില്ലെങ്കിൽ പോകണം. ഇത് തന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ അടിക്കുക, വസ്ത്രം പൊക്കി കാണിക്കുക. ഇതൊക്കെ പെണ്ണായി നടക്കുന്നു അല്ലെങ്കിൽ പെണ്ണാവാൻ വേണ്ടി നടക്കുന്നെന്ന് പറയുന്ന വ്യക്തികൾക്ക് ചേർന്ന പണിയാണ്. ഇതാരാണ് അംഗീകരിക്കുന്നത്? ആരും അംഗീകരിക്കത്തില്ല. അപ്പം നിങ്ങളുടെ കാറ്റഗറിയിൽ തന്നെ കുറേ മോശമായിട്ടുള്ള ആൾക്കാരുമുണ്ട്, നല്ല കുറേ ആൾക്കാരുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കുറേ വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഞാൻ അവരെയൊക്കെ ഇന്നും ആരാധിക്കുക തന്നെയാണ്. കാരണം അവർ അത്രയും റിസ്ക് എടുത്ത് അവർ സർജറിയൊക്കെ കഴിഞ്ഞ് അവർ സ്വന്തമായി അധ്വാനിച്ച് അവർ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു അവാർഡ് കൊടുത്താലും ഒരു അന്തസ്സുണ്ട്. അവരെയൊക്കെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഒരു അന്തസ്സുണ്ട്. നിന്നെ വിളിച്ചിട്ട് എന്താണ് അന്തസ്സ് കിട്ടാൻ പോകുന്നത്? അവിടെ ആണുമല്ല പെണ്ണുമല്ലാത്ത നിന്നെ വിളിച്ചിട്ട്. എൻ്റെ പൊന്ന് ജാസി, മടുത്തു. എപ്പോൾ തുറന്നാലും നിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ബ്ലോക്ക് ചെയ്ത് കളയാത്ത കാരണം നിന്നെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമില്ല, ഉള്ളത് പറയാറില്ല. നിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്കൊന്ന് ചിരിക്കാൻ പറ്റും, മനസ്സ് തോന്നും. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യാതെ വെച്ചത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്. ഇനിയെങ്കിലും പെണ്ണാവാൻ ശ്രമിക്കുക.